സ്ത്രീകളെ അധിക്ഷേപിച്ച് ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു. പൈസ വേണ്ടാത്ത ബസ്സിൽ കയറാൻ തിരക്കാണ്. എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളിൽ ചേർക്കുന്നു. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകാതെ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കും. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നുവെന്നും CP ജോൺ. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഇവിടെ വിടുന്നത് ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോഴോ, ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാമർശം തന്നെയാണ് ഗതാഗത മന്ത്രി CP ജോണിന്റെ ഭാഗത്ത് നിന്നുമുണ്ടായത്. പാലക്കാട് ഏത് ചടങ്ങിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു വിവാദ പരാമർശം മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്? സുരേഷ്, പാലക്കാട് ഈ സ്വകാര്യ ബസ് ഉടമകളുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധവും അതുപോലെ തന്നെ മനുഷ്യത്വരഹിതവുമായ പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഈ KSRTCയുടെ പ്രിയദർശിനി സർവീസിൽ കയറുന്ന സ്ത്രീകളെ ഉന്നം വെച്ചുകൊണ്ടായിരുന്നു മന്ത്രിയുടെ പരാമർശം അല്ലെങ്കിൽ അവഹേളനം എന്നുള്ളതാണ്. ഈ പ്രിയദർശിനി സർവീസിൽ സൗജന്യമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കയറുന്ന സ്ത്രീകൾ അവരുടെ മക്കളെ വിടുന്നത് സ്വകാര്യ സ്കൂളുകളിൽ ഫീസ് നൽകിയാണ്. ഈ സ്വകാര്യ സ്കൂളുകളിൽ സൗജന്യമായി നൽകിയാൽ പോലും അവർ ആരും മക്കളെ അവിടെ വിടാറില്ല എന്നുള്ളതാണ്. മാത്രമല്ല, പ്രൈവറ്റ് ആശുപത്രികൾ ഉണ്ടായിട്ടും സർക്കാർ ആശുപത്രികളുടെ വരാന്തയിൽ കിടക്കുകയാണ് ഇവരൊക്കെ ചെയ്യുക. ഇവരുടെ ഈ ഒരു മനോഭാവം എന്താണെന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല എന്ന തരത്തിലായിരുന്നു മന്ത്രി ഈ പ്രിയദർശിനി സർവീസിൽ സൗജന്യമായി യാത്ര ചെയ്യുന്ന സ്ത്രീകളെ അവഹേളിച്ചുകൊണ്ട് പരാമർശം നടത്തിയത്. ഈ സൗജന്യമായിട്ട് സ്ത്രീകൾ പ്രിയദർശിനി സർവീസ് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിന് മന്ത്രി ഏതോ ഒരു ഔദാര്യമായിട്ട് അവരെ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് മന്ത്രി നടത്തിയത് എന്നുള്ളതാണ്. ഏതായാലും സംഭവത്തിൽ വ്യാപക പ്രതിഷേധമാണ് മന്ത്രിക്കെതിരെ ഉയരുന്നത്. മന്ത്രി നടത്തിയ പരാമർശം അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമാണ്, മനുഷ്യത്വരഹിതവുമാണ്. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള പ്രതികരണവുമായിട്ട് ഇതിനോടകം തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും മറ്റുമൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടത്തുമെന്ന് യുവജന സംഘടനകളും അതുപോലെ തന്നെ വനിതാ സംഘടനകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ കൊച്ചിയിൽ വെച്ച് വീണ്ടും CP ജോൺ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. ആ സമയത്ത് താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞ് തനിക്ക് തെറ്റുപറ്റിപ്പോയതാണെന്നുള്ള ഒരു മറുപടി പോലും മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. പാലക്കാട് നിന്നും അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.